മൂന്നു പേരും ഒരു കട്ടിലിൽ. ലക്ഷദ്വീപ് സമുദ്രത്തിന്റെ സംഗീതം കേട്ട് വളർന്ന ഷാഫിയുടെ ജീവിതം ഭാര്യ സുൽഫയുടെ മരണത്തോടെ ശൂന്യമായി. വർഷങ്ങൾക്കുശേഷം ഫേസ്ബുക്കിൽ ഒരു സന്ദേശം അയച്ചു തുടങ്ങിയ ദേവിക എന്ന സ്ത്രീയുടെ വരവ് ആ ശൂന്യതയിലേക്ക് വെളിച്ചം പോലെ കയറിവന്നു. ഒരുപാട് രാത്രി സന്ദേശങ്ങൾ, ഓർമ്മകളിൽ ഉറക്കത്തിന് പകലുകൾ. ഇന്ന് നീ ഒറ്റയ്ക്ക് ഉറങ്ങരുതേ, നിനക്കൊപ്പമല്ലെങ്കിൽ ഉറക്കം എവിടെ? ഇങ്ങനെ ഇരുവരും ഒരുമിച്ചുള്ള ദൂരമുള്ള അടുത്ത പരിചയം ആസ്വദിച്ചു. ഒരു രാത്രിയിൽ ഷാഫി തന്റെ മുൻ ഭാര്യ സുൽഫയുടെ പഴയ ഫോട്ടോ പോസ്റ്റ് ചെയ്തു. ഒരിക്കലും മറന്നിട്ടില്ലാത്ത മുഖം. ആ രാത്രിയിൽ ഉറക്കം അദ്ദേഹത്തെ വിട്ടു. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ഉറങ്ങും, ഷാഫി ചാറ്റ് ചെയ്തു. പറ്റൂല, വെളുക്കുവോളം ഉറക്കത്തിൽ കാത്തിരിക്കും, ദേവിക മറുപടി നൽകി. അവരുടെ ചാറ്റ് വീണ്ടും അവരെ ഒരേ കട്ടിലിലേക്ക് നയിച്ചു, മനസ്സിന്റെ കട്ടിൽ. പക്ഷേ ആ കട്ടിലിൽ ഇപ്പോൾ 3 പേരായിരുന്നു. ഷാഫി, സുൽഫയുടെ ഓർമ്മ, ദേവികയുടെ സാന്നിധ്യം. മനസ്സിന്റെ ആ എഴുന്നള്ളിപ്പിനിടെ ദേവിക നിലംപതിച്ചു. എന്താണ് ദേവികേ? ചിരിച്ച ശേഷം തള്ളിയതാണോ തോന്നിപ്പോയി. അവളുടേതായി പുഞ്ചിരി. ഷാഫി തഴുകി പറഞ്ഞു. മുൻ ഭാര്യയെ ഓർക്കുന്ന ഒരു രാവിൽ, ഇപ്പോഴത്തെ സ്നേഹം കാത്തു നിൽക്കുമ്പോൾ ഈ കട്ടിലിന് നൈസർഗികമായി പ്രത്യേകതകൾ വന്നുപോകും. 3 പേരും ആ രാത്രി ഒരുമിച്ചായിരുന്നു, ഒരേ കട്ടിലിൽ, ഒരേ ഓർമ്മകളിൽ, ഒരേ അവബോധത്തിൽ.